നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 525. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 525. 18-ാം സർഗ്ഗാണെന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ 17-ാം സർഗ്ഗത്തിലെ 35-ാമത്തെ ശ്ലോകം, അതായത് ഗോപികളുടെ സ്വൈര സംഭാഷണം, അതിലെ മധുരമൊഴികളാം ആ ഗോപിമാർ മാമറപ്പൂ മധുമധുരിമയോലും മാധവൻ തൻ ചരിത്രം അതു നിലയിലുരച്ചും കേട്ടും ഓർത്തോർത്തും അമ്പാർന്ന് അതുലിത പരമാനന്ദത്തിൽ നീന്തിച്ചു ലോകം. എന്താ ആത്മസമർപ്പണത്തോടു കൂടിയിട്ട് ഇത് ആലോചിക്കാൻ പറ്റുള്ളൂ. മധുരമൊഴികൾ, ആരെ? ഗോപസ്ത്രീകളെ മധുരമായിട്ട് സംസാരിക്കുള്ളൂ. ആ ഗോപിമാർ മാമുറപ്പുറ മധുരമധുരിമയോലും മാധവൻ, മാമറകളെ, വേദത്തിൻ്റെ സാരാംശങ്ങളെ മധുമധുരമയോലും, അമൃത സമാനമായിട്ടുള്ളത്, കൽക്കണ്ടം പോലെ, തിരുമധുരം പോലെ, പഞ്ചാമൃതം പോലൊക്കെ ഉണ്ടാവും. മാധവൻ തൻ ചരിത്രം അതു നിലയിലുരച്ചും, അത് അർഹിക്കുന്ന രീതിയിൽ പറഞ്ഞും കേട്ടും ഓർത്തോർത്തും അമ്പാർന്ന് അതുലിത പരമാനന്ദത്തിൽ, തുല്യമില്ലാത്ത പരമാനന്ദത്തിൽ നീന്തിച്ചു ലോകം. ഇനി പറയണത് വാതിൽ പുറപ്പാടും ശകടാസുരമോക്ഷവും. വാതിൽ പുറപ്പാട് എന്ന് പറഞ്ഞാൽ സൂതികാഗൃഹം, സൂതികാലയം, പ്രസവമുറി എന്നർത്ഥം. പ്രസവമുറിയിൽ നിന്ന് ആദ്യമായിട്ട് കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന് പ്രായമായിട്ടുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സംജ്ഞയാണ് വാതിൽ പുറപ്പാട്. ഇപ്പം ഈ കഥകളിക്കൊക്കെ തിരശ്ശീല പിടിച്ച ഒരു പുറപ്പാടുണ്ടല്ലേ, അതേപോലെ തന്നെ വാതിൽ പുറപ്പാട്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഗോപാംഗനകൾ തൻ ദിവ്യ പ്രേമത്തിൻ മാധുരീലവം. അതെ, ഇത് കളിക്കണ കാര്യമല്ല. ഗോപാംഗനകൾ, ഗോപസ്ത്രീകൾ തൻ ദിവ്യപ്രേമത്തിൻ, ശാരീരികമല്ല, ആത്മീയമാണ്. ദിവ്യ, ഡിവൈൻ പവേഴ്സ്. ദിവ്യപ്രേമത്തിൻ മാധുരീലവം ആസ്വദിച്ച് അമ്പിയെന്ന് ഈ മട്ടോദിനാൻ ഉത്തരാസുതൻ, അതായത് പരീക്ഷത്ത് ചോദിക്കുകയാണ്. എന്ത്? മനുഷ്യഹൃദയം പെട്ടെന്ന് ഇത്രയും ശുദ്ധമാക്കുവാൻ വിഷയാശ അകന്നുള്ളിൽ ഉത്കർഷേച്ഛ വളർത്തുവാൻ ഒരു മരുന്ന് പറഞ്ഞു തരാം. എന്തിനാ മരുന്ന് അറിയോ? മുറി ഉണ്ടായല്ല, മനസ്സിലുള്ള പാപഭംഗിലമായ അവസ്ഥകളെ ദൂരീകരിച്ച് ആധ്യാത്മിക വിദ്യ നിറയ്ക്കാനുള്ള പ്രയത്നം അല്ലെങ്കിൽ കൈകാര്യം എങ്ങനെ ചെയ്യണം? മനുഷ്യഹൃദയം പെട്ടെന്ന് ഇത്രയും ശുദ്ധമാക്കുവാൻ, പ്യൂരിഫൈ ചെയ്യാൻ, മനസ്സ് പ്യൂരിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും? വിഷയാശകളെ അകലിച്ച വിഷയാശകളെ പമ്പകർത്തുക. മനസ്സിലുണ്ടാവുന്ന വിഷയാശകളെ കാണാൻ, കേൾക്കാൻ, സ്മെല്ല് ചെയ്യാൻ, രുചിക്കാൻ, സ്പർശിക്കാൻ, ഈ സുഖങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? വിഷയവൈരാഗ്യം വരുത്തണം എന്നർത്ഥം. വിഷയാശകൾ അകന്നുള്ളിൽ ഉത്കർഷേച്ഛ വളർത്തുവാൻ രാഗദ്വേഷാദിമൂലങ്ങൾ, ഷഡ്വൈരുകളെ,
കാമ ക്രോധ മത മത്സര ലോഭ ഭയാദികളെ മാറ്റണം. അപ്പോൾ രാഗദ്വേഷാദി മൂലങ്ങൾ ദുർവാസനകളൊക്കെയും ചീത്ത വിചാരങ്ങളെയാണ് ദുർവാസനകളെന്ന് പറയാം. അർഹമായിട്ടുള്ളതൊക്കെ ആവാം, വിവാഹം ഒക്കെ ആവാം, പക്ഷേ അതിൽ നിൽക്കണം. എന്നും വിവാഹം പാടില്ല, അല്ലെങ്കിൽ കാണുന്നവരൊക്കെ വിവാഹം, അങ്ങനില്ല, അത് തെറ്റാ. അപ്പോൾ രാഗദ്വേഷാദി മൂലങ്ങൾ ദുർവാസനകളൊക്കെയും അകറ്റി, എല്ലാം അകറ്റണം, ഒക്കെയും അകറ്റി നിസ്തുല പ്രേമ സൗരഭ്യം കിനിയിക്കുവാൻ. നിസ്തുലം, തുല്യതയില്ലാതെ ഉണ്ട്. നിസ്തുല പ്രേമ സൗരഭ്യം കിനിയിക്കുവാൻ. കിനിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴുക്കുക, മെല്ലെ മെല്ലെ. മഹാത്മാക്കൾ ഈ വണ്ണം ഭക്തിയാദരമുയർത്തുവാൻ, ഭക്തിയും ആദരവും ഉയർത്തുവാൻ ഭഗവാൻ ചെയ്തതാം ഏതേതവതാരവും ഉത്തമം. ഭഗവാൻ ചെയ്തിട്ടുള്ള അവതാരകാര്യങ്ങളെ പ്രകീർത്തിക്കുക. എന്നാലും ഗോകുലത്തിങ്കൽ വെറും മാനുഷബാലനായി കളിച്ച കമനീയാങ്കൻ ഉണ്ണിതൻ ദിവ്യലീലകൾ, ആ ഭഗവാന്റെ ഉണ്ണികൃഷ്ണൻ്റെ ദിവ്യലീലകൾ ഉൾപ്പൂവിലോർത്തു പോകുന്നു. എങ്ങനെ? വെറും മാനുഷബാലനായി കളിച്ച കമനീയാങ്കൻ ഉണ്ണിതൻ ദിവ്യലീലകൾ അഖിലോത്തമവും പാരിൽ. അഖിലവും ഉത്തമമാണ് ഭൂമിയിൽ, പാരിൽ അത്ഭുതവുമെന്നു ഞാൻ അത്യത്ഭുതം എന്നു ഞാൻ ഉൾപ്പൂവിലോർത്തു പോകുന്നു. ശരിയാണോ മഹാമുനി? എൻ്റെ പൊന്നേ, ഭക്തി എന്താ അതിൻ്റെ ഒരു ഗരിമ, അതിൻ്റെ ഒരു ഡെപ്ത്നെസ്. പരീക്ഷിത്ത് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, അഖിലോത്തമവും പാരിൽ അത്യത്ഭുതവുമെന്നു ഞാൻ ഉൾപ്പൂവിലോർത്തു പോകുന്നു. ശരിയാണോ മഹാമുനി? ശുഖബ്രഹ്മർഷി അത്യന്തം ഉത്സാഹം പൂണ്ടു ചൊല്ലിനാൻ. ശ്രോതാക്കൾക്ക് ഭക്തി ശ്രദ്ധയുണ്ടെങ്കിലാണ് വക്താവിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ തോന്നിക്കുള്ളൂ. കേൾക്കണം, ചോദ്യങ്ങൾ വരണം. അതാണ് പറയണത്. ഉൾപ്പൂവിലോർത്ത്. അപ്പോൾ ശുഖബ്രഹ്മർഷി അത്യന്തം ഉത്സാഹം പൂണ്ടു ചൊല്ലിനാൻ, രാജാവേ നിന്നഭിപ്രായം അക്ഷരം പ്രതി സത്യമാം. പരീക്ഷത്തെ അങ്ങ് പറയണത് 100% ശരിയാണ്. കാർവർണ്ണൻ ഉണ്ണിതൻ പുണ്യചരിതം കൽമഷാപഹം. പാപങ്ങളെ വയ്ക്കോല് പോലെ കത്തിച്ച് കളയും. കാർവർണ്ണൻ ഉണ്ണിതൻ പുണ്യചരിതം കൽമഷാപഹം. ജന്മസാഫല്യമേകീടാൻ ഈ മട്ടൊന്നില്ല മന്നിതിൽ. ഈ ഭൂമിയിൽ വേറെ ഒരു സിദ്ധൌഷധമില്ല. ജന്മസാഫല്യമേകീടുവാൻ. ജന്മസാഫല്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കാതെ കണ്ടിരിക്കാന്നാ. ജനിച്ചാൽ മരിക്കണം, മരിക്കാതെ കണ്ടിരിക്കണം, ജനിക്കാതെ കണ്ടിരിക്കണം. ജന്മസാഫല്യം, ധർമ്മം അർത്ഥം കാമം മോക്ഷം മുമുക്ഷുത്വമാണ്. ഭക്തനും ഭക്തിയും ഭഗവാനും കൂടി ഒന്നാവുന്ന ഒരു പ്രകൃതമുണ്ട്. ജന്മസാഫല്യമേകീടാൻ ഈ മട്ടൊന്നില്ല മന്നിതിൽ. കേൾക്കൂ കാർവർണ്ണനാം മുണ്ണി കമിഴാനായി തുടങ്ങവേ. കാലക്രമത്തിലെ കുട്ടി കമിഴാൻ തുടങ്ങി. കമിഴാനായി തുടങ്ങവേ പരമാനന്ദം മുൾത്തിങ്ങും പല ഗോപീജനങ്ങളും. പ്രായവ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് ഭഗവാനെ. യശോദമ്മേ, കുട്ടി കമിഴ്ന്നോ? ഇല്ല, ചെറിഞ്ഞിട്ടേ ഉള്ളൂ. ഏയ്, വഴി കൂടെ പോണവർ ഇങ്ങോട്ട് വരും, കുട്ടി കമിഴ്ന്നു. അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു, കേൾക്കൂ കാർവർണ്ണനാം മുണ്ണി കമിഴാനായി തുടങ്ങവേ പരമാനന്ദമുൾത്തെങ്ങും പല ഗോപീജനങ്ങളും വിളിച്ച് അന്യോന്യം മോതുന്നു. മല്ലികേ, ചമ്പകമേ, ശാരദേ, നീ ഒരു വർത്തമാനം അറിഞ്ഞോ? ഇല്ല, എന്താ? നമ്മളെ നന്ദഗോപരുടെ മകനെ ഉണ്ണിക്കണ്ണൻ കമിഴ്ന്നൂന്ന്. അതല്ലേ കാര്യം. അപ്പോൾ
അപ്പോൾ വിളിച്ച് അന്യോന്യമോതുന്നു കമനീയത കാണുവാൻ മെല്ലെ മെല്ലെ ചെരിഞ്ഞിടും മലരും വീണ്ടും അങ്ങനെ അല്ലേ? കമിഴാൻ പറ്റില്ലേ? മെല്ലെ മെല്ലെ ചെരിഞ്ഞിടും മലരും മെല്ലെ ചെരിഞ്ഞിടും മലരും വീണ്ടും അങ്ങനെ. ആലോചിച്ച് നോക്കൂ. പിന്നെ കമിഴ്ന്നാലോ ചെരിയാൻ ബുദ്ധിമുട്ടാണ്, ചെരിഞ്ഞിട്ട് മലരും ഒക്കെ. അപ്പോൾ വീണ്ടും അങ്ങനെ ഒക്കത്തെടുത്തേട്ടനെയും കൊണ്ടുടൻ വന്നു രോഹിണി. ബലരാമനെ ഒക്കത്തെടുത്തിട്ട് അനിയൻ്റെ വികൃതി കണ്ടു ഉണ്ണിയെ ചോദിക്കുകയാണ്. ഒക്കത്തെടുത്തേട്ടനെയും കൊണ്ടുടൻ വന്നു രോഹിണി. ഇതാ യശോദേ നിന്നുണ്ണി കമിഴ്ന്നു വന്നു കാൺകേടോ. അപ്പോൾ യശോദമ്മ കണ്ടിട്ടില്ല. യശോദമ്മ ഭയങ്കര തിരക്കിലാണ്. യശോദേ വാ, എൻ്റെ കുട്ടി ഇതാ കമിഴ്ന്നു. മുട്ടും തൂ നെറ്റിയെന്നോർത്ത് മലർക്കൈ കൊണ്ടുമെല്ലവേ കമിഴ്ന്നു മിന്നും ബ്രഹ്മത്തെ മലർത്തിയിടുന്നു ഗോപികൾ. ഗോപസ്ത്രീകൾ ഉണ്ണികൃഷ്ണൻ കമിഴുമ്പോൾ പിന്നെ മലരാൻ സാധിക്കില്ല, മലർത്തി കിടത്തും. മുട്ടും തൂ നെറ്റിയെന്നോർത്ത് കമിഴുമ്പോൾ തൂ നെറ്റി പിന്നെ ഭൂമിയിലിടിക്കുമോ, നിലത്ത് മുട്ടുമോ? മുട്ടും തൂ നെറ്റി എന്നോർത്ത് മലർക്കൈ കൊണ്ട് അതായത് താമര സദൃശമായ കൈകളെ കൊണ്ട് മെല്ലവേ കമിഴ്ന്നു മിന്നും ബ്രഹ്മത്തെ. ആരാണ് ഇതെങ്കിലും കേട്ടിട്ട് മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്ന് അറിയപ്പെടുന്ന ബ്രഹ്മചൈതന്യമാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ മിന്നണത്. അല്ലാണ്ട് ഈ ചൈതന്യത്തെ തൃണവൽക്കരിച്ച് ഗുരുവായൂരോ പഴനിയിലോ ശബരിമലയിലോ പോവരുത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പൊയ്ക്കോളൂ. അവരവരുടെ സ്വന്തം ഹൃദയപത്മത്തിലുള്ള ബ്രഹ്മചൈതന്യമാണ് ശബരിഗിരീശനും പഴനിയാണ്ടവനും തിരുപ്പതി വെങ്കടേശനും ഗുരുവായൂരപ്പനും പത്മനാഭനും ഹനുമാനും എന്നു വേണ്ട എല്ലാം. അതറിഞ്ഞാൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ 8, 10, 12 ഞാൻ 3 കാറ്റഗറിയാണ് പറയാം. ഇതൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ ഈ പരക്കമ്പായിലില്ല. പിന്നെയും കുട്ടികൾ പോട്ടെ അമ്പലത്തിലെ, മുതിർന്നവരിങ്ങനെ തിരക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗോപാലൻ അരികത്തിരുപ്പൂ ബഹുഭാഗ്യവാൻ. ഇനി ഈ ചില ഗോപസ്ത്രീകൾ വരാൻ വൈകിയ സമയത്താണ് കുട്ടി കമിഴ്ന്നത് വെച്ചാൽ അത് നന്ദഗോപുരക്ക് സഹിക്കില്ല. നന്ദഗോപുരം വേഗം എടുത്ത് മലർത്തും. മൂപ്പര് അതിനായിട്ട് അവിടെ ഇരിക്കണത്, വേറൊന്നും വേണ്ട. മൂപ്പർക്ക് ഊണ് കഴിക്കേണ്ട, പാല് കുടിക്കേണ്ട, ഉറക്കമല്ല, ഒന്നുമില്ല. യശോദ നോക്കി കൊണ്ടെടുത്തു മുലയേകിനാൾ. അപ്പോൾ നന്ദഗോപുര എന്നെ അടുത്തിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കട്ടെ, പാല് കൊടുക്കട്ടെ. യശോദ നോക്കി കൊണ്ടെടുത്തു മുലയേകിനാൾ. 4-ാം മാസപ്പിറന്നാളാണെന്നോർത്തിടുകിൽ ആകയാൽ. അപ്പോൾ 4:28 കഴിഞ്ഞു. 4-ാം മാസപ്പിറന്നാൾ ആണ് എന്നോർത്തിടുകിൽ ആകയാൽ രുദ്രാഭിഷേകം ആദിത്യ നമസ്കാരം തുടർന്നവ. രുദ്രാഭിഷേകം എന്തിനാ? രുദ്രനാണ് അഭിഷേകം ചെയ്യണത്. കുട്ടിക്ക് യാതൊരു തരത്തിലെ പോറലും മേൽക്കാതെ കൊണ്ട് ഭഗവാൻ കാത്തുരക്ഷിക്കണം. കാളകൂടവശം പാനം ചെയ്തിട്ടുള്ള ആളാണ്. കട്ടുറുമ്പോ ഒന്നും കടിക്കാൻ പാടില്ല. തേളെ പഴുതാരൊന്നും കുത്താൻ പാടില്ല. രുദ്രാഭിഷേകം ആദിത്യ നമസ്കാരം സൂര്യ നമസ്കാരം തുടർന്നവ ചെയ്യുവാൻ അണഞ്ഞ വേദജ്ഞ വിപ്രന്മാരോടുമില്ലവേ. പഠിച്ചവര് വേദജ്ഞ വിപ്രന്മാരോടുമല്ലവേ കാന്തനോടാദ്യമായോതി ചൊല്ലിനാൾ മനസ്സിനി. ചൊല്ലിനാൾ മനസ്സിനി. ആരെ? യശോദ നന്ദഗോപുരോട് പറയണം. ഒരേ സന്താനമാമോമൽ കുഞ്ഞിലുൾപ്രീതി വായിക്കയാൽ. നമ്മൾക്ക് ആകപ്പാട് കിട്ടിയിട്ട് വയസ്സുകാലത്ത് ഒരു കുട്ടീനെയാണ്. ഒരേ സന്താനമാം ഓമൽ കുഞ്ഞിലുൾപ്രീതി വായിക്കയാൽ മന്ത്രം ജപിച്ചു കലശം പൂജിച്ചു കുഞ്ഞിനാടുവാൻ. മന്ത്രം ജപിച്ച് പൂജിച്ച്
കലശം ആടുവാൻ കൊട്ടിപ്പാടി സേവയോടും കൊട്ടിപ്പാടി സേവയോടും പ്രോക്ഷണാദികൾ ചെയ്തവർ. തളിക്ക, മന്ത്രം ജപിച്ച വെള്ളം, ജലം. അപ്പോൾ മന്ത്രം ജപിച്ചു കലശം പൂജിച്ചു കുഞ്ഞിനാടുവാൻ കൊട്ടിപ്പാടി സേവയോടും പ്രോക്ഷണാദികൾ ചെയ്തവർ അനുഗ്രഹിക്കുവാൻ ഉണ്ണിക്കെല്ലാ നന്മയും ഓർപ്പവൾ. ഉണ്ണിക്ക് എല്ലാ നന്മയും വരുത്തിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുഗന്ധതൈലം മേലാകത്തേച്ചാൽ അഴകിയറ്റുവാൻ. ഈ 4 വയസ്സായ കുട്ടിയുടെ 4 വയസ്സായ 4 മാസം ധാരാളം. സുഗന്ധതൈലം മേലാകത്തേച്ചാൽ അഴകിയറ്റുവാൻ കരയായി എന്നോതിയും. മോനെ കരയല്ലട കുട്ടാ, കരയരുത് കേട്ടോ എന്ന് പറഞ്ഞു. കരയായി എന്നോതിയും കൊണ്ടുണ്ണി കൈകാലുകൾ മെല്ലെ, കയ്യും കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞു, വിരലൊക്കെ ഒന്ന് പൊട്ടിച്ചു. ചെറിയ കുട്ടിയല്ലേ, കുഞ്ഞിക്കാല് വളരട്ടെ, കുഞ്ഞിക്കൈകൾ വളരട്ടെ. നീർത്തി നിർത്തി തിരുമ്മിക്കൊണ്ടലിവാർന്നു നിതമ്പിനി. നീർത്തി തിരുമ്മി, കയ്യും കാലൊക്കെ ഒന്ന് കുറച്ച് പിടിച്ച് വലിക്കുന്നുണ്ട്, വേഗം വളരണം അല്ലേ, രാക്ഷസന്മാരെ കൊല്ലണ്ട നമുക്ക്. അപ്പോൾ നീർത്തി തിരുമ്മിക്കൊണ്ടലിവാർന്നു നിതമ്പിനി. നാലാഴി കൊണ്ടു നാനായ്ത്തൊരു വിഷയകനാഥനെ, നാലാഴി കൊണ്ടും നനയാത്തൊരു വിഷയകനാഥനെ. 4 ആഴി കൊണ്ടും, അതായത് 4 സമുദ്രത്തെ വെള്ളം കൊണ്ടാലും പരമ്പൊരുളിനെ കുളിപ്പിക്കാൻ പറ്റില്ല, അത്ര വലിയ ആളാണ് ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറഞ്ഞെന്താ. ആകാശം മുട്ടുമാറ്, ആകാശമില്ല, അതാണ് ആകാശം മുട്ടുമാറ്. ഇളം ചൂടുള്ള വെള്ളം കൊണ്ടമ്മയണിവർമണിവർണ്ണനെ കോരി കുളിപ്പിക്കും കൗതുകം വെണ്ണിലൊക്കെയും. ദേവന്മാർ അവിടുന്ന് മൂക്കത്ത് കൈ വെച്ച് വിരൽ വെച്ചിട്ട് പറയാം, ഓ യശോദമ്മയുടെ ഒരു വെഡ്ഡിത്തരം, ജഗന്നിവാസനെ ഒരു കുട്ടിയായിട്ട് കാണണു, വെള്ളം കോരി കുളിപ്പിക്കണു. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം അമ്മണിവർണ്ണനെ കോരി കുളിപ്പിക്കും കൗതുകം പിന്നിലൊക്കെയും. ആനന്ദതുന്തിലുകളായി ദേവന്മാരെ, ദേവസ്ത്രീകളെ, ചാരണന്മാര്, ഉരകന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര് എന്ന് വേണ്ട ആരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ആനന്ദതുന്തിലുകളായി നോക്കി നിൽക്കുന്നു ദേവികൾ, ദേവസ്ത്രീകളെ. പിഴിഞ്ഞു വെച്ചതുമുണ്ടാൽ തൂവർത്തി, പിഴിഞ്ഞു വെച്ച തൂമുണ്ടാൽ തുവർത്തി. തോർത്തി എന്നുള്ളതിൻ്റെ ശരിയായ ഭാഷയാണ് തുവർത്തി എന്നുള്ളത്. അത് ലോപിച്ചിട്ടാണ് തോർത്ത് ആകണമെന്നില്ല. തുവർത്തി മെല്ലെ മെല്ലവേ, കുട്ടിക്ക് വേദനിക്കാൻ പാടില്ല, മെല്ലെ മെല്ലവേ ചന്ദ്രനെ പോലെ മിന്നിടും ശ്രീമുഖം. 4 വയസ്സായിട്ടേ ഉള്ളൂ. പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ, ചന്ദ്രനെ പോലെ മിന്നിടും ശ്രീമുഖം നോക്കി അങ്ങനെ കുളിർക്കെ ഒന്നുമ്മ വെച്ചാൾ. തൻ്റെ മനസ്സിന് നിർവൃതിയാണ് എന്ന പോലെ ആ ജഗന്നിവാസനായിരിക്കുന്ന മുകുന്ദനെ വാരിക്കോരി മടിയിലിരുത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു തന്നെ. എന്താ സ്ഥിതി? ചന്ദ്രനെ പോലെ മിന്നീടും ശ്രീമുഖം നോക്കി അങ്ങനെ കുളിർക്കയൊന്നുമ്മ വെച്ചാൽ തൻ കുഞ്ഞിൻ കവിളത്തവൾ. കരയും പൈതലിൻ തൃക്കണ്ണൊട്ടൊട്ട് എഴുതി മെല്ലവേ. അപ്പോഴേക്കും മൂപ്പര് കുളിച്ച് തുവർത്തിയപ്പോഴേക്കും ഒന്ന് കരഞ്ഞു. കരയും പൈതലിൻ തൃക്കണ്ണൊട്ടൊട്ടെഴുതി മെല്ലവേ, മെല്ലെ കണ്ണൊന്ന് എഴുതി. അപ്പോൾ ഒന്നുകൂടി കരയും. ആ കൈ കൊണ്ട് ഒന്ന് കണ്ണ് തുളച്ചാൽ കണ്ണെഴുതിയതൊക്കെ പരക്കും. കരയും പൈതലിൻ തൃക്കണ്ണൊട്ടൊട്ടെഴുതി മെല്ലവേ, കസ്തൂരി കൊണ്ടു തിലകം തൊടി ചോമൽ കിടാവിനെ. കസ്തൂരി മാനിൽ നിന്ന് കിട്ടുന്നതാണ്.
അതുകൊണ്ട് ഗോപിക്കുറി വിരപ്പിച്ചു. പുതുപ്പട്ടു വിരിപ്പിങ്കൽ വിപ്രന്മാർ നോക്കി നിൽക്കവേ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് വേദജ്ഞന്മാര് നോക്കി നിൽക്കവേ പുതുപട്ടിൽ വിരിച്ച് കടത്തി ഭഗവാനെ. പുതുപ്പട്ടു വിരിപ്പിങ്കൽ വിപ്രന്മാർ നോക്കി നിൽക്കവേ, തെക്കിനത്തറയിൽ കൊണ്ടേ കിടത്തി തെളിവാർന്നവൾ. ഇത് താമരശ്ശേരി കൃഷ്ണൻഭട്ടതിരുടെ വരികളാണ്. തെക്കിനത്ത്, അതായത് നാലുകെട്ടുള്ളവർക്ക് തെക്കിനത്ത് എന്ന് പറയും. അതപ്പോൾ ഗോകുലത്തിൽ അങ്ങനെ വലിയ ആർഭാടമായിട്ടുള്ള വീടുകളൊന്നുമില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. സാരമില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം, പ്രിവിലേജ് അദ്ദേഹം എടുത്തു എന്ന് മാത്രം. തെക്കിനത്തറയിൽ കൊണ്ടേ കിടത്തി തെളിവാർന്നവൾ, പുറത്തു വാദ്യഗീതങ്ങൾ തുടങ്ങി കാത്തിരിപ്പവർ. പുറത്ത് ഗംഭീരമായിട്ടുള്ള മേളം, പഞ്ചവാദ്യം, തകില്, നാദസ്വരമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പുറത്ത് വാദ്യഗീതങ്ങൾ തുടങ്ങി കാത്തിരിപ്പവർ, പൂജിച്ച കലശം മുക്കി തളിക്കുന്നതു കാണുവാൻ. അതായത് വിപ്രന്മാരെ മന്ത്രം ഉരുവിട്ട് കുംഭത്തിലുള്ള ജലത്തെ മന്ത്രപൂർണമാക്കി തീർത്ഥമാക്കി പ്രോഷിക്കണത് മേല് കൊള്ളാൻ വേണ്ടി ഇല്ലേ. നമ്മൾ നട തുറക്കുമ്പോൾ പൂജാരി തീർത്ഥം തളിക്കും, ശംഖുതീർത്ഥം തളിക്കും, അത് കൊള്ളാൻ വേണ്ടിയിട്ട്. പൂജിച്ച കലശം മുക്കി തളിക്കുന്നത് കാണുവാൻ യശോദയും രോഹിണിയും മറ്റു ഗോപീജനങ്ങളും നന്ദഗോപനും അന്ന് അമ്പാർന്നണഞ്ഞ പല ഗോപരും. ആ കേട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആനന്ദവിവശന്മാരായി ഉണ്ണിക്കരികിൽ നിൽക്കയാം. ഞാൻ അടുത്ത് നിൽക്കട്ടെ, എല്ലാവർക്കും വാശി, എനിക്ക് അടുത്ത് നിൽക്കണം, നിങ്ങൾ കുറച്ച് മാറി നിൽക്കുക. അങ്ങനെ ആനന്ദവിവശന്മാരായി ഉണ്ണിക്കരികിൽ നിൽക്കയാം. ആപോഹിഷ്ടാദി മന്ത്രത്താൽ അന്തണന്മാർ തളിക്കവേ. ആപോഹിഷ്ടം, അത് തളിക്കണേനാണ് ആപോഹിഷ്ടം എന്ന് പറയുന്നത്. ആപോഹിഷ്ടാദി മന്ത്രത്താൽ അന്തണന്മാർ തളിക്കവേ, ചൂളുന്നു പൂവൽമേ ചിമ്മിപ്പോകുന്നു നീണ്ട കണ്ണുകൾ. ഭഗവാന്റെ മേലെ, ആ കുട്ടിയുടെ മേലെ കൊണ്ടപ്പോൾ കണ്ണ് ചിമ്മ, ശരീരം കൂച്ചുക അല്ലേ. ചൂളുന്നു പൂവൽമൈ ചിമ്മിപ്പോകുന്നു നീണ്ട കണ്ണുകൾ. തപസ്വാധ്യായ സമ്പന്നരത്രയും ഗുണശാലികൾ. ഏതൊരു ഭഗവാന്റെ ദിവ്യരൂപത്തെ ആണ് തപസ്വാധ്യായ, തപസ് ചെയ്യുക, സ്വാധ്യായം ചെയ്യുക. സമ്പന്നരെത്രയും ഗുണശാലികൾ ഗോകുലാധിപൻ അമ്പാർന്നു ചെയ്യും ദക്ഷിണമെല്ലവേ അല്ലേ. നന്ദഗോപുര വളരെ കൗശലത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, ആദരവോടുകൂടി സ്വർണ്ണനാണയങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് വിപ്രന്മാർക്ക്. ഗോകുലാധിപൻ അമ്പാർന്നു ചെയ്യും ദക്ഷിണമെല്ലവേ, വാങ്ങി നിന്നായി ആയുരാരോഗ്യ സൗഭാഗ്യതകളാർ നേടിനാൻ. എല്ലാവിധ ശ്രേയസ്സും കീർത്തിയും ഈ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് അവരെ ആശിസ്സുകൾ പറയാൻ തുടങ്ങി. അനുഗ്രഹിച്ചാർ ഉൾക്കാമ്പിൽ അസൂയാദി അകന്നവർ അസൂയയോട് കൂട്ടിയിട്ടല്ല, അസൂയ ഇല്ലാതെ കണ്ട. കാരണം അസൂയ ഉണ്ടാവാൻ നിവർത്തില്ല, ഇത് പരബ്രഹ്മാണ്. അസൂയ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തഥാതൻ പറയും തഥാസ്തു എന്ന്. അപ്പോൾ അനുഗ്രഹിച്ചാർ ഉൾക്കാമ്പിൽ അസൂയാതിയകന്നവർ, അപ്പോഴേക്കും കുളിച്ച് അമ്പാർന്നുറങ്ങിപ്പോയ കുഞ്ഞിനെ. അപ്പോഴേക്കും കുട്ടി തണുപ്പൊക്കെ കൊണ്ടിട്ട് ഉറങ്ങിപ്പോയി. വലുതാമ്പുര പോലുള്ള വണ്ടിതൻ ചോട്ടിൽ. എന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ കുട്ടികളൊക്കെ കളിക്കുക, അകത്ത് തിക്കും തിരക്കും. എന്നാൽ കുട്ടീനെ ഒരു വണ്ടി, വലിയൊരു വണ്ടി, ശരിക്കും ആ വണ്ടി ശകടാസുരൻ എന്നുള്ള ഒരസുരൻ ശകടത്തിൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കുകയാണ്. അതൊന്നും ഇപ്പോൾ സ്ത്രീകൾക്കറിയില്ല. ഉമ്മർത്ത് ആരാ വണ്ടി ഇട്ടുന്നത്, അത് വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ശകടാസുരൻ വണ്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ചോട്ട് കൊണ്ടു കിടത്തി. വരണവർക്കും 4 പുറം നടന്ന് കാണും ചെയ്യാം. വീട്ടിൽ തിരക്കണില്ലേ ഇനി. ബ്രാഹ്മണർക്ക് ദക്ഷിണാദികൾ കൊടുക്കണം, ആഹാരം കൊടുക്കണം, ഇല വയ്ക്കണം, ഊണ് കഴിക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറ്റിയത്?
വലുതാം പുര പോലുള്ള വണ്ടിതൻ ചോട്ടിൽ ആണിടം തിരക്കില്ലാത്തതെന്നമ്മ. അവിടെ ആരും പോയി തിരക്കില്ലല്ലോ വണ്ടിയുടെ ചോട്ടിൽ. എന്നാൽ എൻ്റെ കുട്ടിക്ക് സ്വൈരായിട്ട് കിടക്കാം. ആരും വണ്ടിയുടെ ഉള്ളിലേക്ക് നിന്നിട്ട് കുട്ടീനെ എടുക്കൂല. അങ്ങനെയുണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും. വലുതാംപുര പോലുള്ള വണ്ടിതൻ ചോട്ടിൽ ആണ് ഇടം തിരക്കില്ലാത്തതെന്ന് അമ്മ ഓർത്തും കൊണ്ടേ കിടത്തിനാൾ. അരികത്തൊന്നുമിങ്ങോടിക്കളിക്കുന്ന കിടാങ്ങളെ. അപ്പോൾ വണ്ടിയുടെ 4 പേരും കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. കിടാങ്ങളെ ഒച്ചപ്പെടാവാൻ ഓർമ്മിപ്പിച്ചുടൻ വന്നോരെയൊക്കെയും ഒച്ചപ്പെടായവാൻ. ശബ്ദം ഉണ്ടാക്കല്ലോ, കുറച്ച് മെല്ലെ ഓടിക്കളിക്കടോ, കുട്ടിയൊന്നും ഉറങ്ങിക്കോട്ടെ. ഒച്ചപ്പെടായവാൻ ഓർമ്മിപ്പിച്ചുടൻ വന്നോരെയൊക്കെയും സൽക്കരിപ്പതിനാലൊട്ടേറെ മുഴുകി ബുദ്ധിശാലിനി. യശോദന്മാരാ ബുദ്ധിശാലിനി. അയൽ വാർത്തയിലും മറ്റും ഈ വിധം ഞാൻ വിളങ്ങവേ. അയൽ വാർത്തയിലും അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. മറ്റും ഈ വിധം ഞാൻ വിളങ്ങവേ. മയങ്ങായികിനിമേൽ നിങ്ങളെന്നോർത്തു കമലേക്ഷണൻ. മയങ്ങായിക, ഇനി ഉറങ്ങിയില്ല എന്ന് വേണ്ട. മയങ്ങായിക ഇനിമേൽ നിങ്ങളെന്നോർത്ത് കമലേക്ഷണൻ ഉണർന്ന ഉച്ചത്തിൽ കരഞ്ഞാൻ കരുണാനിധി. അമ്മ എന്നെ ഈ വണ്ടിയുടെ ചുവട്ടിലാക്കിയിട്ട് തിരക്കാണെന്ന് പറഞ്ഞ് പോവേ. എന്നേക്കാൾ എന്താ തിരക്ക് എന്ന് ചോദിച്ചാൽ, ഈശ്വരോപാസന വിട്ടിട്ട് നമ്മൾ തിരക്കരുത്. ഈശ്വരോപാസന ഏത് സന്ദർഭങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സദാസേവ്യ പ്രമാണം. ഒരാളും അത് കേൾക്കായികെ. ഈ കുട്ടി കരഞ്ഞത് ആരും കേട്ടില്ല. ഒരാളും അത് കേൾക്കാക ഉള്ളിലോർത്താൻ മഹാപ്രഭു. ബാലഭാവത്തുള്ള മഹാപ്രഭു ഉള്ളിലോർത്തു. നെയ്യും തേനും അവയ്ക്കിത്ര ചോട്ടിൽ എന്നെ കിടത്തിയാൽ. നെയ്യും തേനും അവയ്ക്കിത്ര ചോട്ടിൽ എന്നെ കിടത്തിയാൽ. ഈ വണ്ടിയിൽ നെയ്യും തേനൊക്കെ ഉണ്ടെന്നാണ് ഉള്ളത്. അവയ്ക്കിത്ര ചോട്ടിൽ എന്നെ കിടത്തിയാൽ ബ്രഹ്മാദികളറിഞ്ഞിടിൽ ഇവർക്കിതപമാനമാം. ബ്രഹ്മാദിദേവന്മാർക്ക് തൻ്റെ പ്രഭുവിനെ വണ്ടിയുടെ ചോട്ടിൽ കിടത്തിയെന്ന് പറഞ്ഞാൽ സഹിക്കുമോ? യശോദമ്മ തിരക്കില്ലാത്ത സ്ഥലം നോക്കി കിടത്തി, അത് വേറെ കാര്യം. യശോദമ്മയ്ക്ക് അറിയോ ഇത് മഹാപ്രഭുവാണെന്ന്? അറിയില്ല. കഥ വായിക്കുന്നത് നമ്മൾക്കല്ലേ അറിയുള്ളൂ. ബ്രഹ്മാദികളെറിഞ്ഞിടിൽ ഇവർക്കിത് അവമാനമാം അറിയിക്കാമുടൻ താനി സാമാനങ്ങൾ ഉടച്ചു ഞാൻ. അപ്പോൾ ഈ വണ്ടിയിലുള്ള സാമാനങ്ങളൊക്കെ ഉടച്ച് ശബ്ദകോലാഹലം ഉണ്ടാക്കിയിട്ട് എന്നെ ഇവിടുന്ന് എണീപ്പിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം, സൂത്രം ചെയ്യാം എന്ന് ഉറച്ച് ഞാൻ. അരൂപനൊരു ദൈത്യേന്ദ്രൻ പതുങ്ങി വന്നു വണ്ടിയിൽ. അരൂപൻ, രൂപമില്ലാത്തവൻ, രാക്ഷസന്മാർക്ക് രൂപമില്ല, കാറ്റാണ്. അരൂപനൊരു ദൈത്യേന്ദ്രൻ രാക്ഷസവീരൻ പതുങ്ങി വന്നു വണ്ടിയിൽ. നെയ്യൻ ഭരണിതേൻ കുപ്യമോർക്കുടങ്ങൾ കിടക്കുടൻ അന്തര്യാമിയെ മൂഢാത്മാവറിയാതെ അമർത്തുവാൻ. അല്ലേ, മനസ്സിലായോ? നെയ്യൻ ഭരണിതേൻ കുപ്പിമോർക്കുടങ്ങൾ കിടക്കുടൻ. അവൻ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട്, അരൂപനാണ്, മറ്റാർക്കും കാണില്ല, ഭഗവാന് കാണും. ഭഗവാൻ സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. അപ്പോൾ അന്തര്യാമിയെ, ആ വാക്ക് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനാണ് അന്തര്യാമി എന്ന് പറഞ്ഞത്. അതാണ് ബ്രഹ്മം, അതാണ് ഭഗവാൻ, അതാണ് ശ്രീകൃഷ്ണൻ, അതാണ് ശ്രീരാമൻ, ശിവൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. അന്തര്യാമിയെ മൂഢാത്മാവറിയാതെ അമർത്തുവാൻ. ഈ വണ്ടിയുടെ ചക്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വണ്ടിയുടെ എന്താണെന്നാ പറയുക, നുകം വെച്ച ഭാഗം അവിടെ അമർത്തിയിട്ട് ഈ കുട്ടിയോട് കൊല്ലുക നമുക്ക് എന്നാണ് അവൻ്റെ പ്ലാൻ. അന്തര്യാമിയെ മൂഢാത്മ അറിയാതെ അമർത്തുവാൻ ഓർത്താൻ ചെന്തണ്ടലർ കൊച്ചുതൃക്കാൽ കൊണ്ടഖിലേശ്വരൻ. ആ സമയത്ത് ചുവപ്പ് നിറം, ചെമ്പരത്തിപ്പൂ തോറ്റുപോകും.
കുഞ്ഞിക്കാല് 4 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ചെന്തണ്ടലർ കൊച്ചു തൃക്കാൽ കൊണ്ടഖിലേശ്വരൻ കനത്താൽ താഴ്ത്തുന്ന വണ്ടി, അവൻ്റെ കനം കൊണ്ട് താഴ്ത്തുന്ന ആ വണ്ടിയെ മറിച്ചാൻ മെല്ലെ മെല്ലവേ, തൻ്റെ കാലുകൊണ്ടൊരു ഉന്ത് കൊടുത്തു തന്നെ. അപ്പം എന്താ ഉണ്ടായത്? ഒരു വലിയ രാക്ഷസൻ വണ്ടി അമർത്തുക ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ തൻ്റെ തൃക്കാലുകൊണ്ട് ആ വണ്ടീനെ ചവിട്ടി തള്ളി. അപ്പോൾ കനത്താൽ താഴ്ത്തുമ്മ വണ്ടി മറിച്ചാൻ മെല്ലെ മെല്ലവേ, അതോടൊപ്പം ദാനവൻ്റെ പേർ പോലും കഥ മാത്രമായി, ഒരു കഥയായിട്ട് മാറി മരിച്ചു അവൻ. ആരെ? ശകടാസുരൻ. കുഞ്ഞിനേതും രൂപമില്ലെന്നോർത്തണഞ്ഞ വിമൂഢനെ, കുഞ്ഞിന് രൂപമില്ലാത്ത ആളെ കണ്ടാൽ അറിയില്ല എന്നാണ് മൂഢൻ വിചാരിച്ചത്. കുഞ്ഞിനേതും രൂപമില്ലെന്നോർത്തണഞ്ഞും വിമൂഢനെ. ഓ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചപ്പോൾ. അത്ഭുതം. ഓർത്തണഞ്ഞ വിമൂഢനെ അതേ മട്ടണീച്ചാൻ അന്നചിന്തൈശ്വര്യവ അനന്ത, അതേ മട്ടണീച്ച അതേ മട്ട് അണയിച്ചാൻ അന്നചിന്തൈശ്വര്യവാരിധി. എല്ലാ ചിന്തിക്കുന്നവർക്ക് ഐശ്വര്യവാരിധി, ചിന്തിക്കാത്തവർക്ക് വിമൂഢൻ, അല്ലേ? ബുദ്ധിയില്ലാത്തവൻ ഭഗവാന് ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ തെറ്റ് ചെയ്യില്ലല്ലോ. നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റ് ഭഗവാൻ അറിയില്ല എന്നാണ്. പക്ഷേ കുറച്ച് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ദിനം, രാത്രം, സന്ധ്യകൾ, പഞ്ചഭൂതങ്ങൾ ഒക്കെ സാക്ഷിയാണ് ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മത്തിന്. ഇതൊക്കെ എപ്പോൾ പഠിക്കണം? ഒരു 8, 10, 12 വയസ്സിൽ ഇത് പഠിക്കണം. അപ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞിനേതും രൂപമില്ല എന്നോർത്തണഞ്ഞ വിമൂഢനെ അതേ മട്ടണീച്ചാനന ചിന്തൈശ്വര്യവാരിധി, എമ്മട്ടായാലും എൻ നേരിട്ടണഞ്ഞിടും ചീടുകയാലിനി കംസൻ്റെ വേല ചെയ്തോരോ കാപ്പട്യങ്ങളോടിങ്ങനെ. അപ്പോൾ ഇത് രണ്ടാമത്തെ കംസൻ്റെ അന്ന് പൂതന, ഇപ്പോൾ ശകടാസുരൻ. എമ്മട്ടായാലും എങ്ങനെയായാലും എൻ നേരിട്ടണഞ്ഞിടുകയാലിനി, എൻ്റെ നേരെ വരുമ്പോൾ എനിക്ക് അവരെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കംസൻ്റെ വേല ചെയ്തോരോ കാപ്പട്യങ്ങളോടിങ്ങനെ. ഭാരം പൊരുത്തിരി വണ്ടിക്കുള്ളിൽ കഷ്ടപ്പെടേണ്ട നീ. അതെ, ഭഗവാൻ കൃപാ കടാക്ഷം ചെയ്യുന്ന ആളാണ്. വലിയൊരു രാക്ഷസൻ അങ്ങനെ വലിയൊരു കാളവണ്ടിയിലിരിക്കുക, മല പോലൊരാൾ. എന്നാൽ നീ നേരെ നരകത്തിലേക്ക് പോയിക്കോതാ പറഞ്ഞത്. രമലോകത്തേക്ക് പോയിക്കോ, ഇവിടെ നിൽക്കണ്ട നീ. ഭാരം പൊരുത്തിരി വണ്ടിക്കുള്ളിൽ കഷ്ടപ്പെടേണ്ട നീ എന്നോർത്ത് കരുണാമൂർത്തി നൽകിനാൻ നിജമന്ദിരം മോക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞതേ. നീ പോ, വൈകുണ്ഠത്തേക്ക് പോ. ഉടൻ തെറിച്ചു ഉരുളുകളച്ചു തണ്ടുതൈർ കുടങ്ങൾ ഭരണികളോട്ടു കിണ്ടികൾ ഉടഞ്ഞിടും ചടപടയൊച്ച കേട്ടു വന്നിടും നിതാ സകലരും ഉൾഭയത്തോടും. അപ്പോൾ ഈ വണ്ടി മറിഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ഉടൻ തെറിച്ചു ഉരുളകൾ അച്ചുതണ്ട്, ചക്രം, അച്ചുതണ്ടൊക്കെ പൊട്ടി നാശായി, പൊടിപടലായി. തൈർ കുടങ്ങൾ നെയ്ഭരണികളോട് കിണ്ടികൾ ഉടഞ്ഞിടും ചടപടയൊച്ച കേട്ട് വന്നിടുന്നിതാ സകലരും ഉൾഭയത്തോടും. ഉള്ളിൽ ഭയത്തോട് കൂടിയിട്ട് എന്താണ് ഇങ്ങനൊരു ശബ്ദം ഉണ്ടാവാൻ കാരണം? ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാഖാണ്ഡേ അഷ്ടാദശ സർഗ. അങ്ങനെ 18ാമത്തെ സർഗം അവിടെ കഴിഞ്ഞു. 19ാമത്തെ സർഗം നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.